السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه وأزواجه وأهل بيته أجمعين. ഏതൊരു സ്ത്രീകളാണെങ്കിലും ഗർഭിണിയാകുമ്പോൾ ഒരു കുഞ്ഞ് അവളുടെ വയറ്റിൽ ജന്മം കൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ നെട്ടോട്ടമോടും. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഭംഗിയുള്ളതായിരിക്കുമോ, നല്ല രീതിയിലുള്ള കുട്ടിയായിരിക്കുമോ, ആരോഗ്യത്തോടുകൂടി ജനിക്കുമോ, അതോ എന്തെങ്കിലും കുഴപ്പത്തോടുകൂടി ജനിക്കുമോ, ഇങ്ങനെയുള്ള ആദ്യം വ്യാധിയുമായിട്ട് സ്ത്രീകൾ ഇങ്ങനെ നടക്കുന്നത് കാണാം. അതിന് അവർ പൈസ മുടക്കി പല ഡോക്ടർമാരെയും കണ്ട് ചികിത്സകളും മരുന്നുകളൊക്കെ നടത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അതിന് ഒരുപാട് ചികിത്സകളുണ്ട്. അതങ്ങോട്ട് കറക്റ്റായിട്ട് ചെയ്താൽ ഇൻഷാ അള്ളാഹ് പരിശുദ്ധ ഖുർആന്റെ ഹക്ക് കൊണ്ട് നമ്മുടെയൊക്കെ ദുആ ബറക്കത്ത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള, കാണാൻ അഴകുള്ള, ആരും കൊതിച്ചു പോകുന്ന നല്ല ആരോഗ്യമുള്ള കുട്ടികളെ അള്ളാഹു സുബ്ഹാനഹു തആല തരും. അതിനുവേണ്ടി ചെയ്യാനുള്ളത്, ആ സ്ത്രീക്ക് 4 മാസം, കുട്ടി 4 മാസം വയറ്റിലായ ആ സമയം മുതൽ തിങ്കൾ വ്യാഴം ഈ 2 ദിവസങ്ങളിൽ പാല് കാച്ചുക. കാച്ചുന്ന പാലിനകത്ത് കുങ്കുമപ്പൂവിട്ട് പാല് കാച്ചുക. കുങ്കുമപ്പൂവിട്ട് പാല് കാച്ചി ആ പാലിനകത്ത് സൂറത്തു നൂറിൻ്റെ 35-ാമത്തെ ആയത്ത് 3 തവണയും, പാല് കാച്ചുമ്പോൾ ആ പാലിനകത്ത് കുങ്കുമപ്പൂവിട്ട് കാച്ചുകയും അതിനുശേഷം പാല് കുടിക്കുന്നതിന് മുമ്പായി സൂറത്തു നൂറിൻ്റെ 35-ാമത്തെ ആയത്ത് 3 തവണയും, സൂറത്തുൽ ഫതഹിൻ്റെ 29-ാമത്തെ ആയത്ത് 3 തവണയും, സൂറത്തുൽ അംബിയായിലെ 7-ാമത്തെ ആയത്ത് 11 തവണയും ഓതി ഈ പാലിൽ ഊതി കിടക്കുന്നതിന് മുമ്പ് കുടിക്കുക. അങ്ങനെ ഒരു ആഴ്ചയിൽ 2 ദിവസം, തിങ്കളും വ്യാഴവും ആഴ്ചയിൽ 2 ദിവസം ചെയ്താൽ മതി. ഇൻഷാ അള്ളാഹ് അത് പതിവാക്കുക. പ്രസവം നടക്കുന്നത് വരെ മുടങ്ങാതെ അത് പതിവാക്കുക. ഇൻഷാ അള്ളാഹ്. അതിനുശേഷം യാ നൂർ യാ അള്ളാഹ് എന്ന ദിക്ർ, യാ നൂർ യാ അള്ളാഹ്, ശുദ്ധിയുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന്, നിസ്കാരമുള്ളവരാണെങ്കിൽ നിസ്കാരത്തിന് ശേഷം, അല്ലാത്തവരാണെങ്കിൽ ഖിബിലയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് യാ നൂർ യാ അള്ളാഹ് 322 തവണ ഓതുക. അതിനുശേഷം സൂറത്തുൽ ഇൻഷിഖാഖ് ഇദസ്സമാ ഇൻഷഖത്ത് എന്ന് തുടങ്ങുന്ന ചെറിയ സൂറത്താണ്. ആ സൂറത്ത് സുബഹിക്ക് ശേഷമോ മഗ്രിബിന് ശേഷമോ ഇശാക്ക് ശേഷമോ 3 വീതം പതിവാക്കുക. ഒരു നേരം 1 വീതം ഓതിയാലും മതി. 3 ഒന്നിച്ച് ഓതണമെന്നില്ല. ഓരോ സമയം ഓരോന്ന് ഓതി ഈ സൂറത്തുൽ ഇൻഷിഖാഖ് മുടങ്ങാതെ പതിവാക്കുക. അതിനുശേഷം റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, റബ്ബേ സ്വാലിഹായ മക്കൾ എനിക്ക് നീ തരണേ തമ്പുരാനെ, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ എന്ന് 111 തവണ ഓതി ദുആ ചെയ്യുക. പരിശുദ്ധ ഖുർആന്റെ ഹക്ക് കൊണ്ടും ഈ ദിക്റിന്റെ ഹക്ക് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സാലിഹായ, കാണാൻ ഭംഗിയുള്ള, ആരോഗ്യമുള്ള കുട്ടികളെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രദാനം ചെയ്യും. ആ നല്ല മക്കളെ കണ്ട് സന്തോഷിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.